മഞ്ചാടിക്കടവ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ ശ്രീ ശിവപാർവതി പരമേശ്വരന്മാർ കുടികൊള്ളുന്ന ക്ഷേത്രോത്സവമാണ് ഇന്ന്. മഞ്ചാടിക്കാവ് ഗ്രാമമാകെ കൊണ്ടാടുന്ന മഹോത്സവം. 10 ദിവസമാണ് ഉത്സവമെങ്കിലും പൂജ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ 10ാം ദിവസമായ മഹോത്സവത്തിൻ്റെ അന്നാണ് ആ ഗ്രാമം മുഴുവൻ ആഘോഷിക്കുന്നത്. ഗ്രാമമാകെ ഓരോ ഇഞ്ചും അലങ്കരിക്കുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ ഹിമ മാത്രം തറവാട്ടിൽ വന്നിരുന്നു. പാർവതിയുടെ വിവാഹമടുപ്പിച്ച് അമ്മുവുമായി വരാമെന്നാണ് പ്രിയ പറഞ്ഞിരുന്നത്. രാവിലെ തന്നെ പാർവതി തറവാട്ടിലെത്തിയിരുന്നു. തമ്പ്രാട്ടിയമ്മയുടെ മുറിയിൽ ചായയും കൊണ്ടു പോകുമ്പോഴാണ് എതിരെ മായ വന്നത്. കണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിച്ച് പാർവതി മുന്നോട്ട് നടന്നു. ഡി പാർവതി ഒരു നിമിഷം നിന്നു. ചുറ്റും കാശിയില്ലെന്ന് നോക്കി. 2 ദിവസം മുൻപ് മായ തൻ്റെ കഴുകാനുള്ള തുണി പാർവതിയെ ഏൽപ്പിച്ചിരുന്നു. അത് കണ്ട കാശി മായയോട് ഒരുപാട് വഴക്കുണ്ടാക്കിയിരുന്നു. വീട്ടിലുള്ള ആരും മായയുടെ കാര്യം ഒന്ന് നോക്കണ്ട എന്നും അവൾ വീട്ടിലെ ആരുമല്ല എന്നും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഭയത്താൽ പാർവതി മായയുടെ അടുത്തേക്ക് നടന്നു. എന്താ ചേച്ചി? ചേച്ചിയോ? നീ എന്താ എൻ്റെ അനിയത്തിയാണോ? സോറി മാഡം. അങ്ങനെ വിളിച്ചോളണം. എന്താടി നിനക്ക് വിളിച്ചാൽ വരാനൊരു മടി? ഒന്നുമില്ല. പിന്നെ എൻ്റെ കുറച്ച് തുണികളുണ്ട്, അത് വാഷ് ചെയ്യണം. എന്താ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് പറ്റില്ല മാഡം. അതെന്താടി നിനക്ക് പറ്റാത്തെ? ഓ, കെട്ടിലമ്മയുടെ വള ഊരി പോകുമായിരിക്കും. കാശിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് മാഡത്തിൻ്റെ ഒന്നും ചെയ്യണ്ട എന്ന്. വാട്ട് ഡിഡ് യു സേ? കാശിയേട്ടനോ? ഏത് വകയിൽ? നിന്റെ കെട്ടിയോനോന്നല്ലല്ലോ. മാഡം, കുറച്ച് മാന്യമായി സംസാരിക്കണം. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. നീ പോയി കേസ് കൊടുക്ക്. മാഡം, പിന്നെ എന്താടി നീ ദേവനെ കെട്ടാൻ പോവല്ലേ? ആ കൂട്ടത്തിൽ ഒരുത്തനെ കെട്ടിയിട്ട് കൂട്ടുകാരനും കൂടി ഉപകാരമാകും. മാഡം, ദേഷ്യത്താൽ പാറു വിറക്കുകയായിരുന്നു. ആദ്യം ഒന്ന് ഭയന്നുവെങ്കിലും മായ പുച്ഛഭാവത്തോടെ പാർവതിയെ നോക്കി. പെട്ടെന്നാണ് തമ്പുരാട്ടി അങ്ങോട്ട് വന്നത്. എന്താ ഇവിടെ? അത് എന്താ മായേ? അച്ചമ്മ, ഈ പാർവതി എന്നെ. മുഖത്ത് 1000 അഭിനയം വാരി പൂശിക്കൊണ്ട് മായ തമ്പുരാട്ടിയോട് പറഞ്ഞു. എന്താ മോളെ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. കാര്യം എന്താ? മുത്തശ്ശി ഇവളോട് ഞാൻ എൻ്റെ തുണികൾ കുറച്ച് കഴുകാമോ എന്ന് ചോദിച്ചു. അതിന് ഇവൾ പറയുക ഇവളിവിടെ ആരുടെയും ജോലിക്കാരിയല്ല എന്ന്, ഞാൻ ഈ വീട്ടിലെ ആരുമല്ല എന്ന്, ഞാനപ്പോൾ കാശിയേട്ടൻ്റെ ഭാര്യയല്ല എന്ന്. ചോദിച്ചപ്പോൾ ഡിവോഴ്സായ നീ ഈ വീട്ടിലെ ആരാ എന്നൊക്കെ എന്നോട് ചോദിച്ചു. കള്ളമ്മ തമ്പുരാട്ടി പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത്രയ്ക്കായോടി നീ? ബാക്കി പറ മായ മോളെ. പിന്നെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇവൾ എന്നെ അടിക്കാൻ. ഭാഗ്യം കൊണ്ട് അച്ചമ്മ വന്നത്, അല്ലെങ്കിൽ ഇവളെന്നെ അടിച്ചേനെ. അത്രയ്ക്കായോടി നീ? തമ്പ്രാട്ടിയുടെ കൈ വായുവിൽ ഉയർന്നു പൊങ്ങിയിരുന്നു. അവിളത്ത് 5 വിരൽപ്പാടുകൾ ശക്തിയായി തന്നെ പതിഞ്ഞിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ് തറയിൽ വീണ് ചിതറി. ഇനി മേലാൽ എൻ്റെ മോളുടെ അടുത്ത് വല്ലം നിന്റെ അധികാരം എടുത്താൽ നീ ഇവിടെ വെറും ജോലിക്കാരിയാണ്. പക്ഷേ മായമോൾ അങ്ങനെയല്ല. കാശിയുടെ ഭാര്യയാണ്. അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. എത്ര ബന്ധം വേർപ്പെടുത്തി എന്ന് പറഞ്ഞാലും അങ്ങനെ മുറിച്ചു കളയാൻ പറ്റുമോ? അങ്ങനെയുള്ളതല്ല ദാമ്പത്യബന്ധം. പൊക്ക എൻ്റെ മുന്നിൽ നിന്നും. ചുണ്ടിൽ വന്ന ഗദ്ഗതം കടിച്ചമർത്തി പാർവതി അടുക്കളയിലേക്കോടി. മനസ്സിൽ ഒരു മൃഗത്തിൻ്റെ ചിരി എടുത്തണിഞ്ഞ് മായ പാർവതി പോയ വഴിയെ നോക്കി. ശേഷം മുത്തശ്ശിയുമായി മുറിയിലേക്ക് നടന്നു. മോളിരിക്കെ. തമ്പുരാട്ടി മായയെ കട്ടിലിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. മടിച്ച് മായ കട്ടിലിലേക്ക് ചാരിയിരുന്നു. മുറിയിലാകെ ഉണ്ടായിരുന്ന കുഴമ്പിൻ്റെ മണം കൊണ്ട് അവൾക്ക് ഓക്കാനം വരുന്നുണ്ടായിരുന്നു. മോളെന്തെങ്കിലും കഴിച്ചോ? ആ, കഴിച്ചു അച്ചമ്മ. അച്ചമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചു. പിന്നെ അച്ചമ്മ ഒരു കാര്യം പറയട്ടെ? പറ അച്ചമ്മേ, പറഞ്ഞു. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. ഡിവോഴ്സ് ആയെന്നല്ലേ ഉള്ളൂ. നമുക്കതൊക്കെ ശരിയാക്കാം. ഇവിടെ പലരും പലതും പറയും. മോള് കാര്യമാക്കണ്ട. എനിക്കറിയാം അച്ചമ്മ, എന്നെങ്കിലും കാശി എന്നെ മനസ്സിലാക്കുമെന്ന്. പിന്നെ എനിക്കൊരു ഭയം. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ആ പാർവതിയെ. അവൾ ഏതു സമയം കാശിയുടെ കൂടെയാണ്. അവൾ വെറും ജോലിക്കാരിയല്ലേ? ആണ്. പക്ഷേ പെണ്ണിൻ്റെ പ്രായം അത്ര ശരിയല്ല. കാര്യം ദേവനുമായുള്ള കല്യാണം ഉറപ്പിച്ചതാണെങ്കിൽ പോലും കാശിയെ വല്ലതും കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതമായിരിക്കും പോകുന്നത്.
അങ്ങനെയാണെങ്കിൽ മോള് നോക്കിക്കോ, അവളുടെ ജീവൻ ഞാൻ എടുക്കും. കാശി അങ്ങനെയൊന്നും പോവില്ല എന്ന് എനിക്കറിയാം. മോളെ, പിന്നെ കാശിയെ ഏട്ടനെന്ന് വിളിക്കില്ലേ മോള്? അത് വിളിച്ച് ശീലിച്ചു പോയി, അത് മാറ്റാനൊന്നും പറ്റില്ല. ആ, പിന്നെ മോള് വൈകുന്നേരം മഹോത്സവത്തിന് പോകുന്നില്ലേ? നോ, എനിക്ക് അങ്ങനെയുള്ളതിലൊന്നും വിശ്വാസമില്ല. പിന്നെ ഈ നാട്ടിലെ ചൂട്, ഉഫ്, ഒട്ടും പറ്റത്തില്ല. ആ ആ ഒട്ടും താല്പര്യമില്ലാതെ തമ്പുരാട്ടിയൊന്ന് ചിരിച്ചു. ആ, എന്താ അച്ഛമ്മേ വയ്യേ? കാല് വയ്യ മോളെ. പിന്നില്ലേ, പാർവതി ഈ സമയം എനിക്ക് കുഴമ്പിട്ട് തരുന്നതാണ്. ഇപ്പോൾ ഒരെണ്ണം കൊടുത്തപ്പോൾ അങ്ങ് പോയില്ലേ, ഇനി അവളുടെ പിറകെ നടന്ന് വിളിക്കാനൊന്നും എനിക്ക് വയ്യ. ആ, മോള് അച്ഛമ്മയുടെ കാല് തിരുമ്മിത്താ. മായിയുടെ കയ്യിലേക്ക് തൈലത്തിൻ്റെ കുപ്പി കൊടുത്തുകൊണ്ട് തമ്പുരാട്ടി പറഞ്ഞു. ഛേ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. കയ്യിലുണ്ടായിരുന്ന കുപ്പി കട്ടിലിലേക്ക് ഇട്ടുകൊണ്ട് കയ്യിൽ തൈലം പറ്റിയത് അറപ്പോടെ തുടച്ചുകൊണ്ട് മായ പുറത്തേക്ക് നടന്നു. ഈ സമയം തന്നെ ഉത്തരയും അകത്തേക്ക് വന്നിരുന്നു. എന്താ മായ കൈ തുടച്ചുകൊണ്ട് പോകുന്നേ? ഒന്നും പറയണ്ട എൻ്റെ ഉത്തരേ, കുറച്ച് കുഴമ്പ് കയ്യിൽ പറ്റിയപ്പോൾ തമ്പുരാട്ടിയുടെ കൈ മണക്കുന്നു എന്ന്. അതാണോ? പിന്നല്ലാതെ എന്താ അഹങ്കാരം പെണ്ണിന്. ആരേ അമ്മ അതിന് നല്ലത് പറയുന്നത്? നീ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞതാ. ഹിമ കൂടെയില്ലേ, അവളെയും വിളിച്ചോണ്ട് പൊക്കോ. എന്നാലും അമ്പലത്തിലെ ഉത്സവമായിട്ട് മോളെ മാത്രം പറഞ്ഞു വിട്ടില്ലേ ആ പ്രിയ? മായ ഉള്ളതുകൊണ്ടല്ലേ അമ്മേ അവൾ വരാതിരുന്നത്. എനിക്കറിയില്ല, നീ പോയി ബാക്കി ജോലി നോക്ക്. വൈകുന്നേരം അമ്പലത്തിൽ പാർവതി നേരത്തെ മനയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. വഴിയിൽ വെച്ച് തന്നെ ദേവനെ കണ്ടു. ആ, ദേവേട്ടനോ? എന്താ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല? ഇല്ലെന്നേ. നീ എവിടെ പോയിട്ട് വരുവാ? മനയിൽ ഉത്സവമല്ലേ, അപ്പോൾ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അവിടെ. ആണോ? കൂടെ ഉണ്ടായിരുന്ന ആളെവിടെ? ആ, അയാള്. ആര്? കാശിയോ? അതെ, അവൻ അവിടെ അമ്പലത്തിലുണ്ട്. ഒരുപാട് പരിപാടിയില്ലേ അവിടെ? അതെ. അതെ, നിന്റെ കവിളിൽ എന്താ? വെളുത്ത കവിളിൽ ചുമന്ന വിരൽപ്പാടുകൾ കണ്ടുകൊണ്ട് ദേവൻ ചോദിച്ചു. അത് പറ. പാർവതി ഉണ്ടായ കാര്യം ദേവനോട് പറഞ്ഞു. അവർ ആരാണെന്ന് അവരുടെ വിചാരം? തീർത്ത് കൊടുക്കാം ഞാൻ. അയ്യോ വേണ്ട, വേണ്ട ദേവേട്ടാ, പോട്ടെ. എന്തായാലും അവൾക്കുള്ളത് കാശ് കൊടുത്തോളും. അവർ തമ്മിൽ ഇനിയും പ്രശ്നമുണ്ടാവില്ലേ ദേവേട്ടാ? ഉണ്ടാവട്ടെ. നിനക്കറിയില്ല പാർവതി, പിറകെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൾക്ക് ഇനിയും ഒരുപാട് കിട്ടാനുണ്ട്. അതുപോലുള്ള ചതിയാണ് അവൾ കാശിയോട് ചെയ്തത്. എന്ത്? അതൊക്കെ പറഞ്ഞാൽ ഈ ബുദ്ധൂസ് തലയിൽ കയറില്ല. ഇന്നാ ഉത്സവത്തിന് പോകാൻ വേണ്ടി അമ്മ നിനക്ക് വാങ്ങിച്ചതാണ്. അമ്മ വാങ്ങിച്ചതാണോ ദേവേട്ടൻ വാങ്ങിച്ചതാണോ? അങ്ങനെ ചോദിച്ചാ അമ്മ സെലക്ട് ചെയ്തു, ഞാൻ വാങ്ങിച്ചു. അല്ല, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പോട്ടെ, ഒരുപാട് ജോലിയുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം ഗാനമേളയ്ക്ക് നീയൊരു പാട്ട് പാടണം. എൻ്റെ ദൈവമേ, ഞാൻ പാട്ട് പാടാനോ? ഹിമ, കാശി, ദേവൻ. ആ, ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ സ്കൂൾ വാർഷികത്തിന് നീ പാടിയ ആ പാട്ട്, അത് മതി. അത് മെയിൽ വോയിസും കൂടെ വേണ്ടേ? അതൊക്കെയുണ്ട്, നീ അവിടെ വന്നാൽ മതി. ഞാൻ പാടണോ? പിന്നല്ലാണ്ട്. പ്രാക്ടീസ് ഒന്നും വേണ്ട, നീ നിന്റെ പോർഷൻ പാടിയാൽ മതി. കൂടെയുള്ള ആള് ഭംഗിയായി പാടിക്കോളും. പിന്നെ പിന്നെ ഒന്നുമില്ല. കയറ് ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. നേരത്തെ ജോലികളെല്ലാം ഒതുക്കിക്കൊണ്ട് അവൾ അമ്പലത്തിലേക്ക് നടന്നു. വെള്ള സെറ്റിൻ്റെ പാവാടയും ചുവന്ന ഉടുപ്പും ആയിട്ടുള്ള പട്ടുപാവാടയാണ് അവൾ ധരിച്ചിരുന്നത്. അമ്മാമ്മ നേരത്തെ അമ്പലത്തിൽ പോയിരുന്നു. അമ്മ തന്നെയുള്ളൂ, പോകുന്നില്ലെന്ന് കരുതിയതാണ്. പക്ഷേ ദേവേട്ടൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് പോകുന്നത്. പിന്നെ ദേവേട്ടൻ പറഞ്ഞ പോലെ ഒരു പാട്ടും പാടണമല്ലോ. അമ്മയെ പൂട്ടിയിടാതെ ഒരു നിവൃത്തിയുമില്ല. എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ അറിയില്ല. അമ്പലത്തിനടുത്ത് എത്തിയപ്പോഴേ കണ്ടു, ബൾബുകൾ കൊണ്ട് അമ്പല പരിസരമാകെ അലങ്കരിച്ചിരിക്കുന്നു. ദീപങ്ങൾ എന്തിയ ബാലികമാർ, മുത്തുകുടകൾ പിടിച്ച് ചേച്ചിമാർ, ചെണ്ടമേളം, ഫ്ലൂട്ട്, ആന, അങ്ങനെ ഒരുപാട് അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോഴേ കണ്ടു.
ദേവൻ്റെ ഒപ്പം നിൽക്കുന്ന കാശിയെ. കണ്ണുരുട്ടി നോക്കിയപ്പോഴേ പേടിച്ചു. മനയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. ഹിമയോടൊപ്പം പോയിരുന്നു. ഉത്സവം അങ്ങനെ കഴിഞ്ഞു. 10 മണിയോടെ അടുപ്പിച്ച് ഗാനമേള തുടങ്ങിയിരുന്നു. ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ ദേവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി. കർട്ടൻ താത്തിയിട്ടിരിക്കുകയാണ്. കയ്യിലൊരു പേപ്പറും തന്നു. പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയ പേപ്പർ. അതും പിടിച്ച് സ്റ്റേജിൽ കയറി നിന്ന് പാടാൻ റെഡിയായി നിന്നപ്പോഴാണ് കൂടെ പാടുന്ന ആളെ കണ്ടത്. അവൾ ഒരു നിമിഷം പേടിച്ച് സ്റ്റേജിന് സൈഡിലുണ്ടായിരുന്ന ദേവനെ നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയാണ് മുഖത്ത് കണ്ടത്. പേടിച്ച് വീണ്ടും ആ മുഖത്ത് നോക്കിയപ്പോൾ ഒരു കണ്ണുരുട്ടലാണ് തനിക്ക് കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. പേപ്പറും പിടിച്ച് നേരെ നിന്നു. ഓരോ ട്യൂണും കടന്നു വന്നുകൊണ്ടേയിരുന്നു. ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ, ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ. സദസ്സാകെ ഇളകി മറിഞ്ഞിരുന്നു. സാക്ഷാൽ ശിവനും പാർവതിയും പോലെയുണ്ടെന്ന് ആരും കാണാതെ ചില വയസ്സിത്തള്ളകൾ പറഞ്ഞുകൊണ്ടിരുന്നു. സദസ്സിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ദേവൻ ഓടി വന്നിരുന്നു അടുത്തേക്ക്. ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ ഒരു ഷേക്ക് ഹാൻഡ് നൽകി. അവൻ അവൾക്ക് സ്റ്റേജിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഹിമയോടൊത്ത് പാർവതി ആ പൂരപ്പറമ്പ് കറങ്ങി നടന്നു. ഗാനമേള വീണ്ടും നടക്കുകയാണ്. പുറകുവശത്തായി ബുള്ളറ്റിനോട് ചാരി നിന്ന് ദേവനും കാശിയും നിൽപ്പുണ്ട്. പെട്ടെന്നാണ് ദേവൻ്റെ മൊബൈൽ ബെൽ ചെയ്തത്. ഫോണെടുത്ത് സംസാരിച്ച ശേഷം തിരികെ പോക്കറ്റിലേക്കിട്ടു. ആരാടാ? അമ്മയാ. ഉത്തര. എന്താടാ കാര്യം? ഹിമയെയും പാർവതിയെയും കാണാനില്ലെന്ന്. കടയിലേക്കാണെന്ന് പറഞ്ഞു പോയതാണെന്ന്. നമ്മളോടൊന്ന് നോക്കാൻ വാ. അവർ രണ്ടുപേരും അവിടെ തിരയാൻ തുടങ്ങി. പക്ഷേ രണ്ടുപേരെയും കണ്ടിരുന്നില്ല. പക്ഷേ ഈ സമയം മറ്റൊരിടത്ത് ബലിഷ്ഠമായ 2 കരങ്ങൾ അവളുടെ കവിളിൽ മുറുകുകയായിരുന്നു. ഒന്ന് ശ്വാസമെടുക്കാൻ പോലും അവൾ ബുദ്ധിമുട്ടി. അവളുടെ നഖങ്ങൾ കൊണ്ട് അയാളുടെ കൈകൾ കീറി മുറിഞ്ഞു. പക്ഷേ അതിലൊന്നും തളരാതെ അയാൾ അവളെ വലിഞ്ഞു മുറുക്കി.